Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് മോഡറേറ്റ് കോൺഷ്യസ് സെഡേഷൻ എന്നുള്ള CPT മെഡിസിൻ ചാപ്റ്ററിലെ ഒരു സ്മോൾ പോർഷൻ ഡിസ്കസ് ചെയ്യാം. ഈ മോഡറേറ്റ് കോൺഷ്യസ് സെഡേഷൻ എപ്പോഴും നമുക്ക് ഒറ്റയ്ക്കുള്ള പ്രൊസീജിയറായിട്ടല്ല വരാറ്. ഒരു മേജർ പ്രൊസീജിയറിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു മോഡറേറ്റ് കോൺഷ്യസ് സെഡേഷൻ എന്നുള്ള ടോപ്പിക്കും കൂടി വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കോഡുകൾ വരിക. ഈ 99151 തൊട്ട് 99157 വരെയുള്ള കോഡുകളാണ് വരുന്നത്. അപ്പോൾ അത് ഈ പേഷ്യൻറ്റിന് ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ടുള്ള ടൈമിൽ സെഡേഷൻ കൊടുക്കുമ്പോഴാണ് ഈ ഒരു കോഡുകൾ യൂഷ്വലി യൂസ് ചെയ്ത് കാണാറുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മോഡറേറ്റ് കോൺഷ്യസ് സെഡേഷൻ എന്ന് നോക്കാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 99151 എന്നുള്ള കോഡിൻ്റെ മുകളിൽ വരുന്ന പാരഗ്രാഫാണ്. Moderate, also known as conscious sedation, is a drug-induced depression of consciousness during which patients respond purposefully to verbal commands, either alone or accompanied by light tactile stimulation. No interventions are required to maintain cardiovascular function or a patent airway, and spontaneous ventilation is adequate. Moderate sedation അല്ലെങ്കിൽ കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡ്രഗ് യൂസ് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ കോൺഷ്യസ്നെസ്സിനെ ഒന്ന് ഡിപ്രസ് ചെയ്യുകയാണ് ചെയ്യുക. അല്ലാതെ കംപ്ലീറ്റ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഒന്നുമല്ല, ജസ്റ്റ് കോൺഷ്യസ്നെസ്സിനെ ഒന്ന് സെഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ ഒന്ന് മയക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ പേഷ്യൻറ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്താലോ നമ്മൾ വെർബലി എന്തെങ്കിലും ഒരു സംസാരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരതൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ലിറ്ററലി കോൺഷ്യസ് സെഡേഷൻ അല്ലെങ്കിൽ മോഡറേറ്റ് സെഡേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് പെയിൻ സഹിക്കാൻ പറ്റാതെയൊക്കെ വരുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ ഒന്ന് സെഡേറ്റ് ചെയ്യും, ഒരു റെസ്റ്റിംഗ് പീരീഡ് എന്നുള്ള രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ലൈറ്റായിട്ട് പേഷ്യൻറ്റിന് അവർ ജസ്റ്റ് ഒരു മയക്കം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ കംപ്ലീറ്റ് അൺകോൺഷ്യസ് ഒന്നും ആയിരിക്കില്ല. അതിനെയാണ് മോഡറേറ്റ് കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ മോഡറേറ്റ് സെഡേഷൻ കോഡ്സ് 99151, 152, 153, 155, 156, 157 are not used to report administration of medications for pain control, minimal sedation, deep sedation or monitored anesthesia care. അതായത് ഈ പറയുന്ന മോഡറേറ്റ് സെഡേഷൻ്റെ കോഡുകൾ ഇപ്പോൾ പെയിൻ കൺട്രോളിനായിട്ട് ഒരു മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യോ, മിനിമൽ സെഡേഷൻ കൊടുക്കുന്നു, ഡീപ്പ് സെഡേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ മാക്ക് കൊടുക്കുന്നതിനൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് പാരഗ്രാഫിൽ ഫോർ പർപ്പസസ് ഓഫ് റിപ്പോർട്ടിംഗ് ഇൻട്രാ സർവീസ് ടൈം ഓഫ് മോഡറേറ്റ് സെഡേഷൻ ഇസ് യൂസ്ഡ് ടു സെലക്ട് ദി അപ്രോപ്രിയേറ്റ് കോഡ്സ്. ദ ഫോളോയിങ് ഡെഫിനിഷൻസ് ആർ യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഇൻട്രാ സർവീസ് ടൈം കമ്പയർഡ് ടു പ്രീ ആൻഡ് പോസ്റ്റ് സർവീസ് ടൈം. അപ്പോൾ ഒരു ഇൻട്രാ സർവീസ് ടൈമായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണെന്നാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ട്രെയിൻഡ് ഒബ്സർവർ ഈസ് എൻ ഇൻഡിവിജ്വൽ ഹു ഈസ് ക്വാളിഫൈഡ് ടു മോണിറ്റർ ദ പേഷ്യൻറ്റ് ഡ്യൂറിങ് ദ പ്രൊസീജിയർ ഹു ഹാസ് നോ അതർ ഡ്യൂട്ടീസ് ഡ്യൂറിങ് ദ പ്രൊസീജിയർ. അതായത് ഇപ്പം ഒരു അസിസ്റ്റൻറ്റ് സർജനായിട്ട് നിന്ന ആളായിരിക്കും മോഡറേറ്റ് കോൺഷ്യസ് സെഡേഷൻ്റെ ടൈമിൽ പേഷ്യൻറ്റിനെ അക്കമ്പനി ചെയ്യുന്നത്. പേഷ്യൻറ്റ് മോഡറേറ്റ് കോൺഷ്യസ് സെഡേഷനിലുള്ള ടൈമിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും പേഷ്യൻറ്റിൻ്റെ കൂടെ മോണിറ്റർ ചെയ്ത് നിൽക്കുന്നത്. അല്ലാതെ സെയിം സർജൻ തന്നെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ഭയങ്കര റെയറാണ്. കൂടുതലായിട്ടും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ട്രെയിൻഡ് ഒബ്സർവർ തന്നെയായിരിക്കും ഇൻഡിവിജ്വലിൻ്റെ കൂടെ ഉണ്ടാവുക. നെക്സ്റ്റ് പറയുന്നത് കോഡ്സ് 99151, 152, 155, 156 are reported for the first 15 minutes of intra-service time providing moderate sedation. Codes 99153, 157 are reported for each additional 15 minutes in addition to the code for primary service ആണ്. ഇവിടെ 153യും 157 എന്ന് പറയുന്നതും രണ്ടും ആഡ് ഓൺ കോഡുകളാണ്. അപ്പോൾ ഇത് രണ്ടും ഓരോ അഡീഷണൽ 15 മിനിറ്റ്സിനുള്ള കോഡാണ്. ബാക്കി 99151, 152, 155, 156 എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് ഇനീഷ്യൽ ആയിട്ടുള്ള 15 മിനിറ്റ്സിനുള്ള ടൈമാണ്. ഈ 4 കോഡ് എന്താണെന്ന് വെച്ചാൽ 5 ഇയേഴ്സിന് എബവ് ബിലോ അങ്ങനെയുള്ളൊരു കാറ്റഗറൈസേഷൻ കൂടിയുണ്ട്. അത് നമുക്ക് കോഡ് ഡിസ്ക്രിപ്ഷൻ നോക്കാം. ഫസ്റ്റ് കോഡ് വരുന്നത് 99151 ആണ്. മോഡറേറ്റ് സെഡേഷൻ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ സെയിം ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പെർഫോമിംഗ് ദ ഡയഗ്നോസ്റ്റിക് ഓർ തെറാപ്യൂട്ടിക് സർവീസ് ദാറ്റ് ദ സെഡേഷൻ സപ്പോർട്ട്, റിക്വയറിംഗ് ദ പ്രസൻസ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് ട്രെയിൻഡ് ഒബ്സർവർ ടു അസിസ്റ്റ് ഇൻ ദി മോണിറ്ററിംഗ് ഓഫ് ദ പേഷ്യൻറ്റ്സ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് ഫിസിയോളജിക് സ്റ്റാറ്റസ്. ഇനീഷ്യൽ 15 മിനിറ്റ്സ് ഓഫ് ഇൻട്രാ സർവീസ് ടൈം പേഷ്യൻറ്റ് യങ്ങർ ദാൻ 5 years ഓഫ് ഏജ്. അതായത്
ഒരു 5 ഇയേഴ്സിന് താഴെയുള്ള പേഷ്യൻറ്റിന് മോഡറേറ്റ് സെഡേഷൻ കൊടുക്കുകയാണ്. ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിൽ മോഡറേറ്റ് കോൺഷ്യസ് സെഡേഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മോഡറേറ്റ് കോൺഷ്യസ് സെഡേഷൻ കൊടുക്കുകയാണ് ഒരു 5 ഇയേഴ്സിന് താഴെയുള്ള പേഷ്യൻറ്റിന്. ഫസ്റ്റ് ഇനീഷ്യൽ ആദ്യത്തെ 15 മിനിറ്റ്സിന് കൊടുക്കുന്നതാണ് 99151 എന്നുള്ള കോഡ്. ഇതിൽ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, മോഡറേറ്റ് സെഡേഷൻ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ സെയിം ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. അതായത് ഈ ഒരു പ്രൊസീജിയർ ചെയ്ത അതേ ആൾ തന്നെയായിരിക്കണം, സെയിം ഫിസിഷ്യൻ തന്നെയായിരിക്കണം, അല്ലെങ്കിൽ സെയിം ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ തന്നെയായിരിക്കണം മോഡറേറ്റ് സെഡേഷൻ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമാണ് 99151 എന്നുള്ള കോഡ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഏജ് ഓഫ് ദ പേഷ്യൻറ്റ് 5 ഇയേഴ്സിന് താഴെയായിരിക്കണം. ഫസ്റ്റത്തെ 15 മിനിറ്റ്സ് ഓഫ് ഇൻട്രാ സർവീസ് ടൈമിനാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് കോഡ് വരുന്നത് 99152 ആണ്. ഇനീഷ്യൽ 15 മിനിറ്റ്സ് ഓഫ് ഇൻട്രാ സർവീസ് ടൈം, പേഷ്യൻ്റ് ഏജ് 5 ഇയേഴ്സ് ഓർ ഓൾഡർ ആണ്. ഇതിലും സെയിം തന്നെയാണ്, മോഡറേറ്റ് കോൺഷ്യസ് സെഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സെയിം ഫിസിഷ്യൻ അല്ലെങ്കിൽ സെയിം ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയിരിക്കും. ഇത് ഇനീഷ്യൽ 15 മിനിറ്റ്സ് ഓഫ് ഇൻട്രാ സർവീസ് ടൈമാണ്. പക്ഷേ പേഷ്യൻറ്റിൻ്റെ ഏജ് വരുന്നത് 5 ഇയേഴ്സ് ഓൾഡർ ആണ്. നമ്മൾ 99151 പറഞ്ഞത് ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് ബിലോ 5 ഇയേഴ്സ് ആയിരിക്കണം. 152 വന്നപ്പോൾ ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് 5 ഇയേഴ്സ് എബവ് ആണ്. അപ്പോൾ ഈ രണ്ട് കോഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ടും ഇനീഷ്യൽ 15 മിനിറ്റ്സിനുള്ളതാണ്. ഒരെണ്ണത്തിൽ ഏജ് ബിലോ 5 ഇയേഴ്സ് ആണ്, ഒരെണ്ണത്തിൽ എബവ് 5 ഇയേഴ്സ് ആണ്. പക്ഷേ രണ്ടിലും എന്താണ്, എയ്തർ സെയിം ഫിസിഷ്യൻ അല്ലെങ്കിൽ സെയിം ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിരിക്കണം മോഡറേറ്റ് കോൺഷ്യസ് സെഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഇനി 99153 എന്ന് പറയുന്നത് ഒരു ആഡ് ഓൺ കോഡാണ്. അത് ഈച്ച് അഡീഷണൽ 15 മിനിറ്റ്സ് ഓഫ് ഇൻട്രാ സർവീസ് ടൈമിനാണ്. അതായത് ആദ്യത്തെ 15 മിനിറ്റിന് നമുക്ക് ഇനീഷ്യൽ കോഡ് ഉണ്ട്, അത് കഴിഞ്ഞ് വരുന്ന ഓരോ 15 മിനിറ്റ്സിനും നമ്മൾ 99153 ആണ് കൊടുക്കുക. ഇപ്പോൾ ഒരു 5 ഇയേഴ്സ് ബിലോ ആയിട്ടുള്ള കുട്ടിക്ക് 30 മിനിറ്റ്സ് ഓഫ് മോഡറേറ്റ് കോൺഷ്യസ് സെഡേഷൻ കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ 99151 99153 ആണ് കൊടുക്കേണ്ടത്. 5 ഇയേഴ്സ് ഓൾഡർ ആയിട്ടുള്ള ഒരാൾക്ക് 60 മിനിറ്റ്സ് ഓഫ് കോൺഷ്യസ് സെഡേഷൻ കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ 99152 ഫസ്റ്റത്തെ 15 മിനിറ്റ്സിന്. പിന്നെ വരുന്ന ഓരോ 15 മിനിറ്റ്സിനും നമ്മൾ 99153 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 60 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ എത്ര 15 വരും, അതിൽ 15 4 പ്രാവശ്യം വരും അല്ലേ. 15 × 4 ആണ് 60 വരിക. സോ നമ്മൾ ഫസ്റ്റത്തെ 15 മിനിറ്റ്സിന് 99152 കൊടുത്തു. പിന്നെ വരുന്നതിന് 99153 × 3 കൊടുക്കണം. പിന്നെ 3 15 മിനിറ്റ്സ് ഉണ്ട്. സോ 99152 99153 × 3 ആണ് 60 മിനിറ്റ്സ് ഓഫ് ഇൻട്രാ സർവീസ് ടൈമിന് കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് കോഡ് വരുന്നത് 99155 ആണ്. മോഡറേറ്റ് സെഡേഷൻ സർവീസ് പ്രൊവൈഡഡ് ബൈ എ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അതർ ദാൻ ദ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പെർഫോമിംഗ് ദ ഡയഗ്നോസ്റ്റിക് ഓർ തെറാപ്യൂട്ടിക് സർവീസ് ദാറ്റ് ദി സെഡേഷൻ സപ്പോർട്ട്. ഇനീഷ്യൽ 15 മിനിറ്റ്സ് ഓഫ് ഇൻട്രാ സർവീസ് ടൈം, പേഷ്യൻറ്റ് യങ്ങർ ദാൻ 5 ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പോൾ ഇവിടെ പറയുന്നത് മോഡറേറ്റ് സെഡേഷൻ കൊടുക്കുന്നത് ആദ്യത്തെ പ്രൊസീജിയർ, അതിപ്പോൾ ഡയഗ്നോസ്റ്റിക്കോ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ട്രീറ്റ്മെൻറ്റിനുള്ള പ്രൊസീജിയറോ അല്ലെങ്കിൽ സർവീസോ ആവാം. അത് ചെയ്തത് അല്ലാത്ത വേറൊരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണലാണ് മോഡറേറ്റ് സെഡേഷൻ കൊടുക്കുന്നതെങ്കിൽ ബിലോ 5 ഇയേഴ്സ് ആയിട്ടുള്ള പേഷ്യൻറ്റിന് ഫസ്റ്റത്തെ ഇനീഷ്യൽ ആയിട്ടുള്ള 15 മിനിറ്റ്സിന് കൊടുക്കുന്നതാണ് 99155 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മോഡറേറ്റ് സെഡേഷൻ കൊടുക്കുന്നത് വേറൊരു ഫിസിഷ്യൻ ആയിരിക്കണം, അതർ ദാൻ ദി ഫിസിഷ്യൻ പെർഫോമിംഗ് ദി ആക്ച്വൽ പ്രൊസീജിയർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് 99155. അപ്പോൾ 99156ഉം അത് തന്നെയാണ്, വേറൊരു ഫിസിഷ്യൻ ആയിരിക്കണം മോഡറേറ്റ് സെഡേഷൻ പെർഫോം ചെയ്തിട്ടുണ്ടാവേണ്ടത്. അപ്പോൾ 156ൽ വരുമ്പോൾ ഇനീഷ്യൽ 15 മിനിറ്റ്സ് തന്നെയാണ്, പക്ഷെ അത് ഏജ് എന്ന് പറയുന്നത് 5 ഇയേഴ്സ് ഓൾഡർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 99155ലും 56ലും പറയുന്നത് ഡിഫറെൻറ്റ് ഫിസിഷ്യൻ ആയിരിക്കണം മോഡറേറ്റ് സെഡേഷൻ കൊടുത്തിട്ടുണ്ടാവേണ്ടത്. ആദ്യത്തെ 15 മിനിറ്റ്സിനാണ് 2 കോഡും, പക്ഷേ 155 എന്ന് പറയുന്നത് 5 ഇയേഴ്സ് യങ്ങർ ആയിട്ടുള്ള പേഷ്യൻ്റ് ആണ്. 156ൽ പേഷ്യൻറ്റിൻ്റെ ഏജ് 5 ഇയേഴ്സിന് ഓൾഡർ ആയിരിക്കും. 99157 എന്ന് പറയുന്നത് ഒരു ആഡ് ഓൺ കോഡാണ്. അത് ഈച്ച് അഡീഷണൽ 15 മിനിറ്റ്സിനാണ്. സോ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഡു നോട്ട് റിപ്പോർട്ട് 99157 ഇൻ കൺജങ്ഷൻ വിത്ത് 99151 ആൻഡ് 152. പക്ഷേ 99157 യൂസ് ഇൻ കൺജങ്ഷൻ വിത്ത് 99155ഉം 156ഉം ആണ്.
സോ നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻസിൽ ഈ 99157 99151 152 ഒക്കെ കൂടെ കൊടുത്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റുകളൊക്കെ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ രണ്ടും ഓക്കെ, ഈച്ച് അഡീഷണൽ 15 മിനിറ്റ്സിനുള്ള കോഡ് തന്നെയാണ്, അപ്പോൾ നമുക്കത് റിപ്പോർട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കരുത്. നമ്മളെപ്പോഴും ബ്രാക്കറ്റുകൾ കൂടി ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിൾ തന്നെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ 99151 തൊട്ട് 157 വരെയുള്ള കോഡുകളുടെ മുമ്പായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ തന്നെയാണ്. ഈ ടേബിളിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് ചില ടൈമിൽ മിനിറ്റ് ബേസ് ചെയ്ത് തരിക അല്ലെങ്കിൽ അവർ ബേസ് ചെയ്തൊക്കെ തരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും എത്ര കോഡ് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ 15 മിനിറ്റ്സ് മാത്രം നോക്കി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. അതിന് പകരം ഈ ഒരു ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കോഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കോളം വരുന്നത് ടോട്ടൽ ഇൻട്രാ സർവീസ് ടൈം ഫോർ മോഡറേറ്റ് സെഡേഷൻ ആണ്. ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്. ലെസ് ദാൻ 10 മിനിറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഒന്നും റിപ്പോർട്ട് ചെയ്യാറില്ല. 10 to 22 മിനിറ്റ്സ്, പിന്നെ 23 to 37, അങ്ങനെ 83 മിനിറ്റ്സ് ഓർ ലോങ്ങർ വരെയുള്ള കോഡുകൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കോളത്തിൽ പേഷ്യൻറ്റിൻ്റെ ഏജ് ആണ്. ലെസ് ദാൻ 5 ഇയേഴ്സ് ആണെങ്കിൽ 5 ഇയേഴ്സ് ഓർ ഓൾഡർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ, അങ്ങനെ ഓരോ സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ തന്നെ കോഡ്സ് എന്ന് പറഞ്ഞ് 2 കോളം കാണാം. അതിൽ ഫസ്റ്റ് കോളത്തിൽ മോഡറേറ്റ് സെഡേഷൻ പ്രൊവൈഡഡ് ബൈ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, എന്നിട്ട് ബ്രാക്കറ്റിൽ സെയിം ഫിസിഷ്യൻ ഓർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പെർഫോമിംഗ് ദ പ്രൊസീജിയർ എന്ന് പറയുന്നുണ്ട്. അതായത് സെയിം ഫിസിഷ്യൻ അല്ലെങ്കിൽ സെയിം ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ തന്നെയാണ് സെഡേഷൻ കൊടുക്കുന്നതും. അതായത് പ്രൊസീജിയർ ചെയ്ത അതേ ആൾ തന്നെയാണ് മോഡറേറ്റ് സെഡേഷൻ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ കോളത്തിൽ നിന്ന് എടുക്കുക. അതല്ല സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് സെഡേഷൻ provided by different physician or other qualified healthcare professional, not the physician or qualified healthcare professional who is performing the procedure. അതായത് പ്രൊസീജിയർ പെർഫോം ചെയ്തതല്ലാത്ത ഒരു ഫിസിഷ്യനോ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണലോ സെഡേഷൻ കൊടുത്താൽ നമ്മൾ സെക്കൻഡ് കോളത്തിൽ നിന്നാണ് കോഡ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ കോഡിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് നമ്മൾ ടൈം കളയണ്ട. ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കോഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മളോട് പറയുകയാണ് 5 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 6 ഇയേഴ്സ് ഉള്ള പേഷ്യൻറ്റ് ഒരു 40 മിനിറ്റ്സ് ഓഫ് മോഡറേറ്റ് കോൺഷ്യസ് സെഡേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ 5 ഇയേഴ്സ് ഓൾഡർ ആയിട്ടുള്ള പേഷ്യൻറ്റിന് 40 മിനിറ്റ്സ് ഓഫ് മോഡറേറ്റ് സെഡേഷൻ കൊടുത്തു, അത് സെയിം ഫിസിഷ്യൻ തന്നെയാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട കോഡ് ഏതാണ്? 5 ഇയേഴ്സ് ഓർ ഓൾഡർ നോക്കുക. 38 to 52 മിനിറ്റ്സ് ആണ് 40 മിനിറ്റ്സ് വരുന്നത്, ആ ഒരു റേഞ്ചിലാണ്. സോ അതിൻ്റെ നേരെയുള്ള സെയിം ഫിസിഷ്യൻ്റെ കോളത്തിൻ്റെ താഴെ നോക്കുമ്പോൾ 99152 99153 × 2 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നോക്കി നമുക്ക് കോഡ് കൊടുക്കാവുന്നതാണ്. സോ വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു 80 മിനിറ്റ്സ് ഓഫ് മോഡറേറ്റ് സെഡേഷൻ കൊടുത്തു. ബിലോ 5 ഇയേഴ്സ് ആണ് പേഷ്യൻറ്റിൻ്റെ ഏജ്. അതായത് ഇപ്പോൾ ഒരു 4 ഇയേഴ്സ് ആണ് പേഷ്യൻറ്റിൻ്റെ ഏജ്. ഡിഫറെൻറ്റ് ഫിസിഷ്യൻ ആണ് കൊടുത്തത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 80 മിനിറ്റ്സിൻ്റെ എവിടെയാണെന്ന് നോക്കുക. അതിൽ ബിലോ 5 ഇയേഴ്സ് വരുന്നത് എവിടെയാണെന്ന് നോക്കുക. അതിൻ്റെ നേരെ ഡിഫറെൻറ്റ് ഫിസിഷ്യൻ്റെ കോഡ് വരുന്നത് 99155 99157 × 4 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കോഡ് എടുക്കാവുന്നതേ ഉള്ളൂ. താങ്ക് യു എവ്രി വൺ ഫോർ വാച്ചിങ്.